തൃശൂർ ജില്ലയിലാണ് ഇന്ന് നവകേരള മാർച്ച് പര്യടനം തുടരുന്നത്. സാലി മുഹമ്മദ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. സാലി, എന്തൊക്കെ കാര്യങ്ങളാണ് പിണറായി വിജയൻ പറഞ്ഞത്? സൗമ്യ, അമിത്ഷായും കെ എം മാണിയും തമ്മിലുള്ള നടക്കാൻ പോകുന്നതെന്ന് പറഞ്ഞ കൂടിക്കാഴ്ചയും മാത്രമല്ല, ഒപ്പം ജോസ് കെ മാണി ഡൽഹിയിൽ റബ്ബർ ചർച്ചയ്ക്കായി പോകുന്നു എന്ന വാർത്തകളും ഒക്കെ സംബന്ധിച്ചായിരുന്നു പിണറായിയുടെ പ്രതികരണം. അപ്പോൾ റബ്ബർ ചർച്ചയ്ക്കായല്ല പോകുന്നത്, അതിനു പിന്നിൽ മറ്റെന്തോ താല്പര്യങ്ങളുണ്ട് എന്ന സംശയമാണ് പിണറായി പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞത് റബ്ബർ ഏതായാലും പുതിയ വിഷയമല്ല, നിരവധി തവണ പാർലമെന്റിലടക്കം ചർച്ച ചെയ്ത വിഷയമാണ്. അപ്പോൾ വിളിപ്പിച്ചതിന് പിന്നിൽ ഈ ജോസ് കെ മാണിയുടെ സ്ഥാനലബ്ധിയുമായി ബന്ധമുള്ള പ്രശ്നങ്ങളുണ്ട് എന്നാണ് പറഞ്ഞത്. മാത്രമല്ല, നിലവിലുള്ള സാഹചര്യത്തിൽ BJP കേരളത്തിൽ വേരുറപ്പിക്കാൻ വെള്ളാപ്പള്ളി ഉപയോഗിച്ച് വേരുറപ്പിക്കാൻ നടത്തിയ ശ്രമം ഏതാണ്ട് പരാജയപ്പെട്ട അവസ്ഥയിലാണ്. ആ സാഹചര്യത്തിൽ കൂടിയാവണം പുതിയ ഇടനിലക്കാരെ കണ്ടെത്താനുള്ള BJPയുടെ ശ്രമം. ഭാഗമായാവണം കെ എം മാണി ഉപയോഗിച്ച് കേരളത്തിൽ പുതിയ ബന്ധങ്ങൾ ഉണ്ടാക്കാൻ BJP ശ്രമിക്കുന്നത് എന്ന് പിണറായി പറയുന്നു. കെ എം മാണിയും വെള്ളാപ്പള്ളിയും നിലവിലുള്ള സാഹചര്യത്തിൽ കേരളത്തിൽ എടുക്കാൻ ചർച്ചകളായി മാറിയിട്ടുണ്ട്. അവർ തീരെ ഗതിയില്ലാത്തവരാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ. അതുകൊണ്ട് നിലവിൽ ഗതിയില്ലാത്ത BJPയെ സംബന്ധിച്ചിടത്തോളം ഇത്തരക്കാരെ ഉപയോഗിക്കാൻ ശ്രമിക്കുക സ്വാഭാവികമാണ്. അതാണ് ഇപ്പോൾ RSS ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇക്കാര്യങ്ങളിൽ ഉമ്മൻചാണ്ടി ഒരു നിലപാട് എടുക്കാത്തതും മൗനം പാലിക്കുന്നതും ദുരൂഹമാണ് എന്നാണ് പറഞ്ഞത്. ഉമ്മൻചാണ്ടി എന്താഗ്രഹിച്ചോ കേരളത്തിൽ CPM-നെ തകർത്ത് BJPയെ വളർത്താൻ ഉമ്മൻചാണ്ടി മനസ്സുകൊണ്ട് ആഗ്രഹിച്ചിട്ട് അതിന് അനുഗുണമായ നിലപാട് കെ എം മാണി എടുത്താൽ ഉമ്മൻചാണ്ടി എന്നെ പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇത് നേരത്തെ രാജൻ ബാബുവിന്റെയും വെള്ളാപ്പള്ളി ഉപയോഗിച്ച് ശ്രമിച്ചതാണ്. അത് തന്നെ ഇപ്പൊ കെ എം മാണി ഉപയോഗിച്ച് BJP ഉമ്മൻചാണ്ടി ശ്രമിക്കുകയാണ് എന്ന് പിണറായി ആരോപിച്ചു. ഒപ്പം സുധീരന്റെ അവസ്ഥ അങ്ങേയറ്റം ദയനീയമാണ്. ഇപ്പോൾ ഉമ്മൻചാണ്ടിയെ രക്ഷിക്കാൻ ഇറങ്ങിയിരിക്കുകയാണ് സുധീരൻ. ഉമ്മൻചാണ്ടിയുടെ ഉപജാപക സംഘത്തിന്റെ അടിമയായി സുധീരൻ മാറി. മുമ്പ് മാധ്യമങ്ങളൊക്കെ പ്രചരിപ്പിച്ച ആദർശ ധീരതയൊക്കെ സുധീരന് പണ്ടേ നഷ്ടപ്പെട്ടു എന്നാണ് പിണറായി പറഞ്ഞത്. ഏതായാലും ഈ കെ എം മാണിയെ ഉപയോഗിച്ച് കേരളത്തിൽ വേരുറപ്പിക്കാൻ BJP നടത്തുന്ന ശ്രമങ്ങളെ അതിനിശ്ചിതമായി വിമർശിക്കുന്നതായിരുന്നു പിണറായിയുടെ വാർത്താ സമ്മേളനം. സാലി മുഹമ്മദ് ആണ് വിവരങ്ങൾ നൽകിയത്.